ഈ ചായക്കട അവളുടെ പുതിയ വീടിൻ്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും ചായ കുടിക്കും. പക്ഷെ അവളുടെ പുതിയ വീട് சத்தியம் பண்றதே உடைக்கிறதுக்கு தான். ஆக்சுவலா தேங்க்ஸ் கல்யாணத்தை உடைச்சதுக்கு. கட்ஸ் வேணும். சர்ச்சில் அந்த மாதிரி டூ மச். என் ஜெஸ்ஸி அந்த பையனோட பிடிக்கலையா? ஒன்னு எனக்கு பிடிச்சிருக்கு கார்த்திக். I'm in love with you, கார்த்திக். ரொம்ப ஓவராக டார்ச்சர் பண்ணிட்டேன்னா நான் விரட்டி உன் கூட பேசி பேசி என்ன பார்க்க தான் உனக்கு என்ன பிடிச்சி போச்சா? உன்னை பார்த்தோன்னே எனக்கு பிடிச்சி போச்சு கார்த்திக். ഹലോ ഹലോ, എന്താ? തൻ്റെ എക്സാം ഉണ്ടായിരുന്നല്ലോ. കുഴപ്പമില്ലായിരുന്നു. ശരിയെന്ന്. തന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ എന്നാ. എൻ്റെ +2 ബോർഡ്സ് കഴിഞ്ഞ സമയമായിരുന്നു അത്. അവളുടെയും അവിടെയായിരുന്നു തുടക്കം. സംസാരിക്കാനുള്ളൊക്കെ പേടിയൊക്കെ മാറി. വേറെന്തെങ്കിലും? ഇല്ലടാ, വേറൊന്നും പറഞ്ഞില്ല. ഇത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, അവളെ ടെക്സ്റ്റ്. പ്രേമിച്ച് തുടങ്ങുന്നതോടെ നമ്മുടെ പകുതി ബ്രെയിൻ പ്രവർത്തിക്കാതെ ആവും. അത് മുഴുവനായി പോലും പ്രവർത്തിക്കാത്തവരുടെ കയ്യിൽ നിന്നും ഉപദേശം വാങ്ങും. എന്താടാ ഇത്? ഇങ്ങനെയാണ് ഒരു പെണ്ണിന് മെസ്സേജ് അയക്കണേ? ആ പെണ്ണിപ്പം നിന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ടാവുന്നറിയോ? ഇല്ല. നീ ഒരു പ്രാന്തനാണ്. ഇങ്ങനെ പറ്റണതൊക്കെ. ഹലോ, എടാ ഞാൻ വിളിച്ചതേ അവളുടെ എൻട്രൻസ് ക്ലാസ് എവിടെയാണെന്നറിയോ? ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ഇതാ അവിടെയും പോയി കൊളാക്ക്. ആ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ആത്മാർത്ഥ സുഹൃത്തായ ജെയ്ക്ക് എന്നെ ആ വിവരം അറിയിച്ചു. ആ പട്ടി ജെയ്ക്കാണ് പറഞ്ഞു അവളോട് ഉണ്ടെന്ന്. എടാ, നമ്മളുടെ സ്കൂളിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ജെയ്ക്കെ ആരോ പറ്റിച്ചതായിരുന്നു എന്ന് ഞാൻ അറിയും. പക്ഷെ ഇവൻ എടാ ഒന്നാളെ വിളിച്ചു നോക്കടാ. നിനക്കെന്താ വിളിച്ച? എടാ ഞാൻ തന്നെ ചോദിച്ച് ഞാൻ തന്നെ അവിടെ പോയി നിൽക്കുമ്പോൾ അതിലൊരു ഹീറോയിസം ഇല്ലല്ലോ. അവസാനം ഞാൻ അവിടെ എത്തി.
വേർപാടുകളുടെ സമയമായിരുന്നു അത്. ഞങ്ങളെല്ലാം കോളേജ് തുടങ്ങി. അവളോട് കോളേജിൽ കിട്ടാൻ ആഗ്രഹിച്ചെങ്കിലും എൻ്റെ മാർക്ക് അതിനെ അനുവദിച്ചില്ല. എനിക്ക് കിട്ടിയത് തൊടുപുഴയിലെ ഏതൊരു കോളേജിലായിരുന്നു. ഞാൻ പറയണത് മനസ്സിലാവണല്ലേ? പ്ലീസ് പ്ലീസ് എന്നെ ടെൻഷൻ ആക്കല്ലേ, എനിക്ക് പ്രഷറൊക്കെ ഉള്ളതാണ്. ഞാൻ പറയണ ഒന്ന് കേക്ക് മോളെ. ഞാൻ വന്നിരുന്ന്, നിന്റെ ആ പൊട്ടൻ തന്ത മാത്രം അവിടെ ഉണ്ടായുള്ളൂ. തൊടുപുഴയിൽ നിന്ന് അവളുടെ അടുത്തേക്കുള്ള യാത്രകൾ എൻ്റെ പുതിയ കൂട്ടുകാരനൊപ്പമായിരുന്നു. ഇതാണ് സ്ഥലം. ഈ ഫ്ലാറ്റാ? ഈ ഫ്ലാറ്റിൽ അവള് ഉണ്ടാവോ? ഉണ്ടാവും തന്നെ. നീ വന്നടാ. നീ ഒറ്റയ്ക്കായിട്ട് ഞാനില്ല. ഇതുവരെ വന്നിട്ട് ഒരുമാതിരി മറ്റിടത്ത് പരിപാടി കാണിക്കല്ലോ കേട്ടോ. എടാ ഇവിടെ വെച്ച് നമ്മളാരെങ്കിലും കണ്ടെന്തി കണ്ടാ നമുക്ക് ഹായ് പറയാം. നീ ഒന്ന് വന്നേടാ. ആ അതെ കിട്ടിയേട്ടാ. वो लोग तो 4 दिन पहले यहाँ से दूसरी जगह शिफ्ट हो गए. അതവിടെ വെച്ച് നിനക്കെന്താടാ ചോദിച്ചേ? അവളുടെ പുതിയ വീടും ഞാൻ കണ്ടെത്തി. എടാ എടാ തിണ്ടി കേറി. എന്റെ പൊന്നു ഒന്ന് കേറി, ആരെങ്കിലും കണ്ട പണി കിട്ടും. ഞാനിവിടെ ഒരുത്തന് കൂട്ടിരിക്കണേ. എന്തായി വേർക്കണ്ടല്ല? അത് ഈ കാലാവസ്ഥ തന്നെയാണ് ഏട്ടാ. ഉടുക്കത്ത പ്രേമോണ പന്നിക്ക്. എടാ ഞാൻ അവിടെ പോസ്റ്റ് ആണ്. ആ അവളുടെ ആദ്യത്തെ ബോയ് ഫ്രണ്ട്. എൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഫുൾ ടൈം ഗോയിങ് ഔട്ടാണ്. നിന്റെ പോലെ ഇങ്ങനെ പോസ്റ്റ് അയക്കേണ്ട ഒരു ആവശ്യമില്ല. സീനെന്താ? എൻ്റെ ഗേൾഫ്രണ്ടാ. നീ രണ്ടിലൊന്നും തീരുമാനിക്കും. ഞാനെന്ത് തീരുമാനിക്കാനാ? നീ അവളെ വിളിച്ചേ? അല്ലെങ്കിൽ വേണ്ട. നിനക്ക് അവളോട് ഒരു തവണയെങ്കിലും പറയായിരുന്നില്ലടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. പക്ഷേ റിലേഷൻഷിപ്പിലാകാൻ പറ്റില്ല. ഇഷ്ടമാണല്ലോ. എല്ലാ ദൂരവും അതിജീവിച്ച് ഞാൻ വന്നിട്ടും അവൾക്ക് ഞാൻ ഒരുപാട് ദൂരത്തിലായിരുന്നു.
ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കും തോന്നുന്നില്ല. ഒന്നാമത് അവൻ്റെ വീട്ടിലറിഞ്ഞിട്ടില്ല. ഇനി കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവരുത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി അച്ഛൻ അവനോട് പോയി ഒന്നും ചോദിക്കാന്നില്ല. വീട്ടിലറിയിച്ചില്ലേ? ഇല്ല. തൽക്കാലം അറിയിക്കണ്ട. എന്തെങ്കിലും എക്സാം ആയതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മതി. പേരണ്ടൂര് ഏതാ പിള്ളേരനെ കണ്ടുപിടിക്കും. ആ പെണ്ണ് ഇവനിട്ട് കുറെ കളിപ്പിച്ചു. யாரையாவது தேடி பிடிக்க முடியுமா? காதலிக்கணும்னு தேடி போனா அது காதல் இல்லை ஜெசி. அதுவா நடக்கணும். நம்மளை போட்டு தாக்கணும், தலைகில போட்டு திருப்பணும். இந்த வழி எனக்கு பிடிச்சிருக்கு. தேங்க்யூ ஜெசி. உன்னாலதான் இந்த படமே. ഈ ചായക്കട അവളുടെ പുതിയ വീടിൻ്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും ചായ കുടിക്കും. പക്ഷേ ഈ പുതിയ വീടിൻ്റെ മുമ്പിൽ ഇതെല്ലാം മാഞ്ഞുപോയ ഓർമ്മകളാണ്. ആ ഓർമ്മകളിലാണ് ഞാൻ ജീവിക്കുന്നത്.